അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തിൽ നിരക്കാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടുകളും ആഫത്തും ബലാ ഇടങ്ങിയേറുള്ള ബന്നുകൊണ്ടിക്കിട് ഒന്നു തീരുമ്പോൾ ഒന്നും ഏതും ബർക്കത്ത് കിട്ടാണ്ട് പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ടൈമായിട്ടിരിക്കുക കൂടുതൽ ആൾമാർക്കുമില്ലേ. ഞങ്ങളെ ആവശ്യങ്ങൾക്ക് വേനായിട്ട് ദൈനംദിന ഞങ്ങൾ വാഹനത്തിൽ പോകണ്ടെങ്കിൽ ടൂ വീലർ അടക്കമുള്ള വാഹനത്തിൽ പോകണ്ടെങ്കിൽ സുബൈ ഔത്തെ പറത്തിരിഞ്ഞിട്ട് തിരിച്ചിട്ട് സുരക്ഷിതമായി ഔത്ത് ഒരു ബുദ്ധിമുട്ടും വരാണ്ട് ഒരു അപകടം വരാണ്ട് ഔത്ത് തിരിച്ചെത്ര ചൊല്ലണമെങ്കിൽ ഗ്യാരണ്ടി ആർക്കുമില്ല. അള്ളാഹുടെ പരിശുദ്ധമായ കാവലിൽ നിന്ന് മാത്രമായിട്ട് കിടും. അതേസമയത്ത് ഒരു മനുഷ്യക്ക് നിരന്തരമായിട്ട് അവന് നിരിക്കാത്ത ഭാഗത്തുള്ള പ്രശ്നങ്ങളും ആഫത്തുകളും പോയിട്ടും കൂടുകൂടെ അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ചൊല്ലണമെങ്കിൽ എത്ര ആൾമാർ ഞങ്ങൾക്കുള്ളാർ. അങ്ങനെ എല്ലാ ആൾമാർക്കും പരിഹാരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആഫത്ത് വരാതെക്കോകൂ, ബുദ്ധിമുട്ട് വരാതെക്കോകൂ, വാഹനങ്ങൾ അപകടങ്ങൾ വരാതെക്കോവേനായിട്ട് ഇന്ന് ഞാൻ ഒരു 2 ആയത്തിൻ്റെ മഹത്വമാണ് ഇങ്ങനെ തന്നിട്ടുള്ള. ആരെങ്കിലും ഒരു മനുഷ്യൻ അത് ഓതുறது ദായമാക്കണ്ടായെങ്കിൽ അവനക്ക് എല്ലാവിധ ആഫത്ത് തടയിലുണ്ട് മഹാന്മാർ ചൊല്ലാർ. ഒരു മനുഷ്യ സുബഹി നിസ്കരിച്ചിട്ട് ആ 2 ആയത്ത് 7 ബക്ക ഓതിയുണ്ടായെങ്കിൽ, സുബഹി നിസ്കരിച്ചാൽ പിന്നെ 7 ബക്ക ആ ആയത്ത് ഓതിയുണ്ടായെങ്കിൽ അണ്ട് മഗ്രിബ് തോളോ അവനക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ടില്ല. ഒരു ഷർറും ഒരു വാഹനാപകടമാവട്ടെ അല്ലെങ്കിൽ സിഹിറാവട്ടെ കണ്ണേറാവട്ടെ എന്തും വണ്ടില്ലാണ്ട് മഹാന്മാർ പഠിപ്പാട്ടാറ്. സുബൈ നിസ്കരിച്ച് 7 ബക്ക ഓതിയുണ്ടായെങ്കിൽ മഗ്രിബ് തോളോ എന്നോർത്ത മഗ്രിബ് നിസ്കരിച്ചിട്ട് ഈ 2 ആയത്ത് 7 ബക്ക ഓതുർത്ത് പതിവാക്കിയുണ്ടായെങ്കിൽ അണ്ടത്തെ സുബഹി തോളു ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടും വണ്ടില്ലാണ്ട് മഹാന്മാർ ചൊല്ലാറ്. എവിടെ തോല് ചൊന്നുണ്ടായെങ്കിൽ ആ ഒരു 4 അവന് ഊതിങ്കത്തെ 4 അവൻ്റെ എതിർ അറ്റാക്ക് ആക്കുകയോ കത്തി കൊണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ആയുധങ്ങളെ കൊണ്ട അറ്റാക്ക് ആക്കുകയോ ഒരാൾക്കും സാധ്യമില്ലാണ്ട് മഹാന്മാർ പഠിപ്പാട്ടാറ്. ഈ 2 ആയത്ത് നിരന്തരമായിട്ട് 7 ബക്ക ഓതുന്നുണ്ടായിട്ടിക്കട് ഞങ്ങൾക്ക് കിതാബിൽ കാണ്ടേ. ചില മഹാന്മാർ ചൊന്നാറ് ഒരു ബക്ക ഓതിയെങ്കും അയോടും ഉണ്ടായിട്ടിക്കട് 7 ബക്ക ഓതി ഉണ്ടായെങ്കിൽ പരിപൂർണമായ രൂപത്തിൽ ഇതിൻ്റെ ഫലങ്ങൾ കിട്ടുക മാത്രമല്ല, ഈ 2 ആയത്ത് ഓതിയ ആ 4 അവൻ മരിക്കലായിട്ട് നബി തങ്ങൾ ചൊന്നതായിട്ട് ഹദീസിൽ കണ്ടത്. അത്രയും പവർഫുള്ളായെങ്കിൽ 2 ആയത്ത് ഇട്ടിക്കിട് ആ ആയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ റൂഢിയാക്കിയിട്ടുണ്ടായെങ്കിൽ, പതിവാക്കിയിട്ടുണ്ടായെങ്കിൽ, ഹാബിറ്റാക്കിയിട്ടുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും പണ്ടിലാണ് മഹാന്മാർ ചൊല്ലാറ്. ഇനി ഒരു മനുഷ്യക്ക് ഒരു നാൾ മരിക്കൂ, മരണം എല്ലാവർക്കും യാഥാർത്ഥ്യമല്ലേ, മരിക്കുള്ളതല്ലേ. അപ്പോൾ ഒരു നാൾ അള്ളാഹു തീരുമാനിച്ച 4 എത്തിയിട്ടുണ്ടായെങ്കിൽ അണ്ട് അവനക്ക് ഈ ആയത്ത് ഓതുക ആവില്ല, മറന്നു പോകുണ്ടായിട്ടിക്കട് മഹാന്മാർ ചൊന്നരെ. സൂറത്തു തൗബയുടെ ലാസ്റ്റ് 2 ആയത്ത് ഇട്ടിക്കട് ആ ആയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പതിവാക്കലുണ്ടായെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അതൈറ്റിക്കിട് മഹാന്മാർ ചൊന്നരാറ്. ആ 2 ആയത്ത് ഇങ്ങനെ ഇട്ടിക്കിട്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. തൗബ സൂറത്തായതുകൊണ്ട് ഫസ്റ്റ് ബിസ്മി ഓതുകയില്ല, അഊദ് ഓതുക മാത്രമായിട്ട് ഇവിടെ സുന്നത്തില്ല. അപ്പോൾ അഊദ് കൂട്ടിയിട്ട് ഈ 2 ആയത്ത് ഓതിട്ട് പതിവാക്കലുണ്ടായെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ആഫത്തുകൾക്കും അത് പരിഹാരമുണ്ട് മഹാന്മാർ ചൊന്നരാറ്. മാത്രമല്ല ഇതിൽ പിന്നൊരു പ്രയോഗമുണ്ട്. എല്ലാ ഫർള് നിസ്കാരം 5 വക്ത് ഫർള് നിസ്കാരത്തിൽ പിന്നെ ഓർത്ത ഈ ആയത്ത് ഓതുർതു അവൻ ആദത്താക്കിയുണ്ടായെങ്കിൽ ദുനിയാവിലുള്ളെങ്കിലത്തെ എല്ലാ പ്രശ്നങ്ങളും അവനക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടായിട്ടിക്കട്. മൈഷയത്തായിട്ടിക്കോ ബിസിനസ് ആയിട്ടിക്കോ അതുമായി ബന്ധപ്പെട്ട ദുനിയവിയായ എല്ലാ കാര്യങ്ങൾ അവനക്ക് എളുപ്പമായിട്ട് കിട്ടുന്നുണ്ട് മഹാന്മാർ ചൊല്ലാറ്. മാത്രമല്ല ഞങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ടൈമിലോ ലഖദ് ജാഅക്കും റസൂലും ചൊല്ലണമെങ്കിൽ ഈ ആയത്ത് ഓതിയിട്ട് പോയിട്ടുണ്ടായെങ്കിൽ ആ വാഹനങ്ങൾ അപകടത്തൊട്ടു ഈ ആയത്ത് സംരക്ഷണമാണ് ആയിട്ടിക്കുന്നുണ്ട് മഹാന്മാരിലെ ചൊന്തരാറ്. ഈ ആയത്ത് ഊതിയതിൻ്റെ കാരണം കൊണ്ടു നക്ക് പണ്ട് വലിയ ആഫത്ത് ശരിയാക്കി ചെന്നിറങ്ങുന്നിട്ട് എത്ര ആൾമാർ ചൊന്നതുണ്ടു. മല പോലെ വന്നെങ്കിലത്തെ പ്രശ്നങ്ങൾ മഞ്ഞ് പോലെ ആക്കണമെങ്കിലത്തെ
വലിയ വലിയ ആഫത്തുകൾ ചെറിയായിട്ട് കിട്ടുകൂ ഈ 2 ആയത്ത് കാരണമാവോട് ചൊന്നിട്ട് മഹാന്മാർ ചൊല്ലാറ്. അത് ഏറ്റവും പവർഫുള്ളായെങ്കിത്തെ 2 ആയത്തായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവിടെ എല്ലാ ആഫത്ത് തടുക്കുക ഈ 2 ആയത്ത് അതിൽ സാധ്യമുണ്ട് ചൊന്നിട്ടായിട്ട് മഹാന്മാർ ചൊല്ലേ. ഇതിൽ ഞങ്ങൾ എല്ലാ ആൾമാരും ഗൗരവത്തിലെടുത്തിട്ട് പതിവാക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ 2 ആയത്തര ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും സലാമത്താക്കട്ടെ. ദുന്യവിയായ ജീവിതത്തിൽ വേണ്ടെങ്കിത്തെ എല്ലാ ആഫത്ത്, ബലാ, മുസീബത്ത്, ഇടങ്ങേറ്, കള്ളക്കേസ്, കുടുക്ക്, വാഹന അപകടങ്ങൾ അടക്കമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ അബ്ബ എലങ്ങമൂത്തങ്ങ ഞങ്ങളെ കുടുംബത്തങ്ങ ആറല്ല ദുആ കൊണ്ട് വസിയത്താക്കി ഉള്ളാറ പഠിക്കുന്ന കാലം മുതൽ ഈ നിമിഷത്തോളം ഞങ്ങൾക്ക് ഭക്ഷണം തന്നങ്ങ സഹായിച്ചങ്ങ സഹകരിച്ചങ്ങ ഞങ്ങളെ ഈ ക്ലാസ്സിലെ ഹാദിമീങ്ങ ക്ലാസ് കേൾക്കണങ്ങ അള്ളാഹുവെ എല്ലാ ആൽമാരെയും കാത്തു സലാമത്താക്കണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.